ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഗ്രീസിലെ ആത്തൻസിലാണ്. നമ്മുടെ 8th ഡേ ആണ് ടൂറിൻ്റെ. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്, റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് 7 days നമ്മൾ ലാൻഡ് ടൂർ നടത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് റിലാക്സ് ചെയ്യും. ടുമോറോ നമ്മൾ ക്രൂസിൽ പോവുകയാണ് അടുത്ത ഒരാഴ്ചത്തേക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ലോക്കലായിട്ട് ഇഷ്ടമുള്ളിടത്തൊക്കെ പോവാം. ബസ്സിലൊന്നും അല്ല പോകുന്നത്, നമ്മൾ ഊബറൊക്കെ വിളിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാനിന്ന് വെയർ ചെയ്തിരിക്കുന്ന ഈ ഡ്രസ്സാണ് ഒരു ഗ്രീൻ, ആർമി ഗ്രീൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ലെപ്പർഡ് പ്രിൻ്റുള്ള ബാഗാണ്. അപ്പോൾ ഞാൻ ഈ ഔട്ട്ഫിറ്റ്സിനെ കുറിച്ച് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന റീൽസിൽ ഔട്ട്ഫിറ്റ് ഐഡിയാസ് എന്നുള്ളതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഞാൻ ഈ ഔട്ട്ഫിറ്റ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്താണ് ഈ ആൻറ്റി ടൂർ പോന്നിട്ട് ഈ ഔട്ട്ഫിറ്റ്സിനെ കുറിച്ച്, ഡ്രസ്സിനെ കുറിച്ചാണോ പറയാനുള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് എവിടേക്കാണ് നമ്മൾ തന്നെ പോകുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ കൂടെ വരും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണ്. ഇന്ന് ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാം. അപ്പോൾ ആൻ്റണി റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ പുറത്ത് പോകുന്നത്. പലതരം ഫ്രൂട്ട്സ് ഉണ്ട്. വാട്ടർമെലോൺ, ഹണി ഡ്യൂ, ഗ്രേപ്സ് അങ്ങനെ ഉണ്ട്. മീറ്റൊക്കെ വെച്ചേക്കുന്ന ബേക്കൺ ഉണ്ട്, സോസേജ് ഉണ്ട്, പാൻ കേക്കാണ്, ക്രസാൻഡ് ഉണ്ട്, മഷ്റൂം, പലതരം പേസ്ട്രീസ് ആണ് കേട്ടോ. ഇതിൽ ഹോൾ എഗ്ഗാണ്, ഇതിലും എഗ്ഗ് തന്നെയാണ്. പിന്നെ ആ ലേഡി എടുക്കുന്ന ഒലീവാണ്. അതുപോലെ പലതരം ഹാമുകളാണ് വെച്ചേക്കുന്നത്. പലതരം ചീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുത്തേക്കുന്ന ഞാൻ കോഫി എടുത്തിട്ടുണ്ട്. നമുക്ക് രാവിലെ ഒന്നും കോഫി അടിക്കണമല്ലോ അല്ലേ. അതുപോലെ ഞാനിപ്പോൾ എല്ലാ ദിവസവും രാവിലെ യോഗട്ട് കഴിക്കുന്നുണ്ട്, ഗ്രീക്ക് യോഗട്ട്. നമുക്ക് USA കിട്ടും ഗ്രീക്ക് യോഗട്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തേന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഞാനതിൽ സീരിയലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഫ്രൂട്ട്സാണ്. ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ പ്രൂണുണ്ട്, ഡേറ്റ്സ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതെന്തോ കേക്ക് വർഗത്തിൽ പെടുന്നതാണ്. രാവിലെ നമ്മളിതൊന്നും കഴിക്കാറില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറേ പേസ്ട്രിയൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഹണി ഞാനിവിടെ എടുത്തത് കാണിച്ചു തന്നില്ലേ, ഈ ഹണി ആൻ്റണിയുടെ പ്ലേറ്റിൽ നിന്ന് കാണിച്ചു തരാം. ഞാൻ ഹണി കൊമ്പ് അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ആൻ്റണിയുടെ പ്ലേറ്റാണ്. ഞാൻ എൻ്റെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ഹണി കോമ്പോട് കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തരുന്ന മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അമേരിക്കൻ സ്റ്റാൻഡേർഡിലുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർ മിക്കവാറും ടൂർ വരുന്നവർ അമേരിക്കയിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ എന്താണോ അമേരിക്കയിൽ സാധാരണ ഹോട്ടലുകളിൽ കിട്ടുന്നത് അത് തന്നെയാണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ തന്നെ കൊളനാക്കി സ്ക്വയറിൽ പോവുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും ഇതുപോലത്തെ സ്ട്രീറ്റുകളാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടെ നല്ല രസമാണ് ഇവിടെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ. ഫ്രണ്ട്സ്, ഇന്നപ്പോൾ ഈ വീഡിയോ ഒട്ടും സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. നമ്മൾ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ഒന്നും കാണാൻ പോകുന്നില്ല. നമ്മൾ ലോക്കലായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നു. അപ്പോൾ നിങ്ങൾക്കും ആ ഗ്രീസിൽ കൂടി നടക്കുന്ന ഒരു ഫീല് കിട്ടട്ടെ എന്നോർത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. നമുക്കപ്പോൾ ഈ കടയിലൊന്ന് വേറെ നോക്കാം. എൻ്റെ കൂടെ നമ്മളിപ്പോൾ ഒരു ബുട്ടീക്കിൽ വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടമായോ? നമുക്ക് ഇൻസൈഡിൽ എന്ത് വേണമെങ്കിൽ വെയർ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇട്ട ഇഷ്ടമാണോ? നല്ലൊരു കളറല്ലേ. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ഒരു ബാഗ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബാഗാണ്, ഈ ബാഗ് ഇവിടെ നിന്ന് വാങ്ങിയുവാണ്. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഇട്ട്
നമുക്ക് ക്യാരി ചെയ്യാമല്ലോ, നമുക്ക് എല്ലാത്തിനും ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടമായ? ഇത് ഇഷ്ടമാണോ? ഇത് നല്ലതാണല്ലേ, ഇത് കളേഴ്സൊക്കെ നല്ലതാണ്, പക്ഷെ കുറച്ച് ഓപ്പണാണ്. ഇഷ്ടമാണോ? നല്ലതാണോ? പിന്നെ ഇത് വി സ്റ്റോറിലാണ്, നല്ല കളേഴ്സാണ് അല്ലേ. നമ്മൾ വാങ്ങുന്നില്ല, നമുക്ക് ഫ്ലോറിഡയിലും കിട്ടും. പക്ഷെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരുന്ന. ഇത് സ്കാർഫാണ്, നല്ലതല്ലേ, പക്ഷെ ഒരുപാട് വലിയ സ്കാർഫാണിത്. നല്ല കളേഴ്സാണ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇത് കുറച്ച് വലുതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു ബുട്ടീക്കിൽ വന്നേക്കുവാണ്. നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഡ്രസ്സുണ്ട്, കുറേ ഷൂസുകൾ, ബാഗുകളുണ്ട്. നമുക്ക് കാണണ്ടേ എന്താണ് ഗ്രീസിൽ ഇവർ വിൽക്കുന്നതെന്ന് അല്ലേ. ഇത് ഇഷ്ടമായോ? പിങ്ക് കളർ ഡ്രസ്സ്, പിങ്ക് ബാഗുമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടാനായിട്ട്, എൻ്റെ കൂടെയുള്ളതായിട്ട് ഒരു ഫീല് കിട്ടാനായിട്ട് അതായിരിക്കും നല്ലതെന്ന് ഓർത്തിട്ടാണ്. ആൻ്റണി ഇങ്ങനെ അക്ഷമനായിട്ടിവിടെ ഇരിക്കുകയാണ്. നമുക്ക് ആണുങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ, അവർക്ക് ഈ ഷോപ്പിംഗ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല. ഈ ഡ്രസ്സ് ഇഷ്ടമായോ നിങ്ങൾക്ക്? എനിക്ക് ഇഷ്ടമായി. ഇനി ആൻ്റണിക്ക് ഇഷ്ടമാണോ എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മളിപ്പോൾ വേറൊരു ബുട്ടിക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി. ആൻ്റണിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് സംശയമാണ് ഇതൊരു ഏജ് അപ്രോപ്രിയേറ്റ് ആണോ എന്ന്. അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആഷിലേക്ക് വെയർ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ബാഗോടെ നന്നായിട്ട് മാച്ച് ചെയ്യും അല്ലേ. ഇഷ്ടമായോ ബാഗ്? നമുക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യാം, ഭയങ്കര ഭംഗിയാണല്ലേ. പക്ഷേ ഇതിന് ഭയങ്കര വിലയാണ്. ഓറഞ്ച് കളർ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായ? ചിലപ്പോൾ ഈ ഡ്രസ്സ് വെയർ ചെയ്തുകൊണ്ടായിരിക്കും ഇഷ്ടമായതല്ലേ. കണ്ടോ, ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റൊക്കെ ആണ്. മെയിൻ സ്ട്രീറ്റ് അല്ല എങ്കിലും ഒരുപാട് കടകളൊക്കെയുള്ള ഒരു സ്ട്രീറ്റാണ്. ഞാൻ ഇതിനകത്തായിരുന്ന സമയത്ത് ആൻ്റണി പോയിട്ട് കോഫി മേടിച്ച് കഴിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആണെങ്കിൽ ഇഷ്ടമല്ല ഈ ഷോപ്പിംഗ് ഒന്നും അല്ലേ, കൂടുതൽ നേരം വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും നിറച്ച് കടകളുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം നടന്നൊക്കെ വിഷമിച്ചല്ലോ, ഒരു കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും ഇങ്ങനെയൊക്കെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്താലാണ് ആ നാടിനെ കുറിച്ചൊരു ഐഡിയ ഒക്കെ കിട്ടുകയുള്ളൂ അല്ലേ. ലഞ്ച് ടൈം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി വന്നപ്പോൾ അവിടെ ഒരു ലിക്കർ സ്റ്റോർ കണ്ടു. അപ്പോൾ ആൻ്റണിക്ക് അതിനകത്ത് എന്താണ് എന്നൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പോൾ നമുക്കറിയണമല്ലോ ഗ്രീസിലുള്ള ലിക്കർ സ്റ്റോറിൽ എന്തൊക്കെയാണെന്ന്. മാത്രമല്ല ആൻ്റണിക്ക് ഒരു വൈനൊക്കെ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ വൈൻ ആൻ്റണി സെലക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഷോപ്പിങ്ങിനൊന്നും അടുത്ത് കാണും അല്ലേ. ഏതായാലും നമുക്ക് ഗ്രീസിൽ എന്ത് കള്ളൊക്കെയാണ് വിൽക്കുന്നത് എന്നൊന്ന് കാണാമല്ലോ അല്ലേ. അപ്പോൾ ആൻ്റണി അങ്ങനെ ഒരു വൈനൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ എന്തായാലും നമ്മുടെ നാട്ടിലെ പോലെയൊന്നും തിരക്കൊന്നുമില്ല, പ്രത്യേകിച്ച് ലഞ്ച് ടൈമിനൊന്നും ഇവിടെ ആരും തന്നെ ഇല്ല കേട്ടോ. ഈവനിങ് ആകുമ്പോഴേക്കും കുറച്ച് ബിസി ആയിരിക്കും.
Yeah. We have very nice. We have very nice things. I know. We get these things, not exact, but I never see this style. Yes, But it's, everything is new. that's why. That's But why. I like this. Beige, good material, leather, everything. See, classic. Yeah. Whatever you decide. Yeah. Let me walk around. എങ്ങനെയുണ്ട് ഈ ബാഗ്? വാളന്റീനോയുടെ ബാഗാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? നല്ല വാം വെതറൊക്കെ ഉള്ളപ്പോൾ എടുക്കാൻ നല്ലൊരു ബാഗാണിത്. ഇഷ്ടമായോ? എവിടെ നോക്കിയാലും റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടെ എല്ലാ സ്ട്രീറ്റുകളിലും തന്നെ ഇതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. നല്ല ഷേഡി ആയിട്ടുള്ള പ്ലേസ് ആണല്ലോ. അപ്പോൾ സോഫാർ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായോ? ഞാൻ ഈ ഗ്രീസിൽ ട്രാവൽ ചെയ്യുന്ന വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇന്ന് രാവിലെ മുതൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഷോപ്പിംഗ് നടത്തി. ഇപ്പോൾ നമ്മൾ ലഞ്ചിനായിട്ട് വന്നേക്കുന്നതാണ്. ഈ ഔട്ട്ഡോർ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ എല്ലാ സ്ട്രീറ്റുകളിലും ഇങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉള്ള സ്ഥലമാണിത്. അതുപോലെ തന്നെ ബുട്ടീക്സും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്താണ് നമ്മളിന്ന് ലഞ്ചിന് ഓർഡർ ചെയ്തേക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ അവർ കുറച്ച് ബ്രെഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പലതരം ബ്രെഡ് ഡിപ്പൊക്കെ ഉണ്ട്. ആൻ്റണി ഒരു ബിയറൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. ഞാൻ വെറും വാട്ടർ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് എത്തി. എന്താണിത്? ബേബി ബാക്ക് റിബും ഗ്രീക്ക് സാലഡുമാണ് ആൻ്റണി ഓർഡർ ചെയ്തേക്കുന്നത്. എൻ്റെ ഫുഡ് വരുന്നേ ഉള്ളൂ. നമ്മൾ ഔട്ട്സൈഡിലിരുന്ന് കഴിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ അകത്തല്ല ഇരുന്ന് കഴിച്ചത്. എന്ന് വെച്ചാൽ നല്ല വെതറൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബേക്കറിയാണ് കേട്ടോ. നമുക്കെല്ലാം കാണണം. ഓക്കെ, എന്തൊക്കെയാണ് നല്ല ഭംഗിയല്ലേ ഈ ബേക്കറിയാണ്. പിന്നെ ഇത് ഐസ്ക്രീം പാർലറോട് കൂടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് തരം ഐസ്ക്രീംസ് കാണുന്നുണ്ട്. നല്ല സീറ്റിംഗ് ആണല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫ്ലവർ ഷോപ്പ് ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ നിന്നൊന്നും വാങ്ങാനൊന്നുമല്ല കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടുത്തെ ഫ്രൂട്ട് സ്റ്റോറാണിത്. ഫ്രൂട്ട്സ് മാത്രമുള്ളെന്ന് തോന്നുന്നു, വെജിറ്റബിൾസ് ഒന്നും കാണുന്നില്ല. പിന്നെ നാട്ടിലെ പോലെ സ്കൂട്ടറുണ്ട് ഇവിടെ. പിന്നെ ടാക്സി ഉണ്ടോ? ബെൻസിൻ്റെ വണ്ടിയൊക്കെയാണ് ഇവിടെ ടാക്സി ആയിട്ട് ഓടുന്നത്. എന്താ അല്ലേ? ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഓറഞ്ച് ട്രീകൾ നട്ടിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണൽ കിട്ടാനാണ്. ഇവിടെ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂടാണ്. എന്താ അങ്ങോട്ടൊക്കെ പോയിരുന്ന ആളുകൾ ഫുഡ് കഴിക്കുന്ന
അപ്പോൾ കഴിഞ്ഞ് 7 ദിവസം ലാൻഡ് ടൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് നാളെ നമ്മളവിടെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകും, ക്രൂസിലോട്ട് കൊണ്ടുപോവുകയാണ്. അടുത്ത ഒരാഴ്ച നമ്മൾ ക്രൂസിലായിരിക്കും. അപ്പോൾ ക്രൂസിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെയാണ് കാണുന്നതെന്നൊക്കെ അതിൻ്റെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ വാച്ച് ചെയ്യണം. ഞാനങ്ങനെ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ഒരു സീരീസ് ആയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് റീൽസ് എടുക്കണം എന്നാണ് വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഞാൻ ഓർത്തത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങളെയും കാണിച്ചു തരണം എന്നോർത്തിട്ടാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ഇങ്ങനെ ഒരാഴ്ചകളിൽ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ സമയമുള്ളവരൊക്കെ ഈ വീഡിയോ വാച്ച് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പേരൊക്കെയാണ് നമ്മൾ മലയാളികൾ ഗ്രീസിൽ വരാറുള്ളൂ. നമ്മൾ വേറെ പല യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഗ്രീസിൽ വളരെ കുറച്ച് പേരാണ് വന്ന് കാണാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലും മലയാളികൾ ആരും ഇല്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇത്രയും നല്ല സ്ഥലമാണല്ലോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നോർത്തിട്ടാണ്. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച നമ്മൾ ക്രൂസ് ഷിപ്പിലാണ്. അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ബൈ നാ.